പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം നമ്മുടെ ശരീരം കർത്താവിന് വിശുദ്ധമാകണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. അവിടെ വചനം പറയുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗീയതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസ്ലീഹ തെസ്സലോനിയ സഭയോട് പറയുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും നോക്കി ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ്. നിങ്ങൾ ചിലപ്പോൾ പഠിക്കുന്ന വ്യക്തികളാകാം, ജോലി ചെയ്യുന്ന വ്യക്തികളാകാം, ഏത് തരത്തിലായിക്കൊള്ളട്ടെ, ദൈവം പറയുകയാണ് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണം. നമ്മുടെ ശരീരം കർത്താവിന് വിശുദ്ധമായിരിക്കണം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. ഞാനൊരു അനുഭവം ഓർക്കുകയായിരുന്നു. ഒരിക്കലൊരു ശുശ്രൂഷ ചെന്നപ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച്, അവൻ എന്ത് ചെയ്താൽ പഠിക്കാൻ പറ്റുന്നില്ല, ആകെ അസ്വസ്ഥതയായി, ഇറിറ്റേഷനായി, ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അവൻ ആകെ അസ്വസ്ഥത. അവൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൻ പറയുകയാണ്, അവനൊരു വലിയൊരു തിന്മയ്ക്ക് അടിമപ്പെട്ടിരിക്കുക. കാരണത്തിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോഴാണ് അറിയുന്നത്, അവൻ ചെറുപ്പം മുതലേ, ഏകദേശം ഒരു 2-ാം ക്ലാസ് മുതലേ തന്നെ അവൻ ഹാൻഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. തൻ്റെ സ്വന്തം ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാതെ ആ കുഞ്ഞു കുട്ടി അശുദ്ധിക്ക് വേണ്ടി ഉപയോഗിച്ചു. എന്താ സംഭവിച്ചത്? അവന് പഠിക്കാൻ പറ്റുന്നില്ല, ആകപ്പാടെ അസ്വസ്ഥത, ആകപ്പാടെ ഭാരം, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. 5-ാം ക്ലാസ്സിലായപ്പോഴേക്കും അവൻ ആകപ്പാടെ ഇറിറ്റേഷൻ, ആകപ്പാടെ അസ്വസ്ഥത. പ്രിയമുള്ളവരെ, അതിന്റെ കാരണത്തിലേക്ക് ചെന്നപ്പോഴാണ് അറിഞ്ഞത്, അവൻ ചെറുപ്പത്തിലേ തന്നെ അവന്റെ പപ്പ, ആ അപ്പനിലൂടെയാണ് ഈ പാപം കടന്നു വന്നത്. പപ്പ ജോലിക്കാരനാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ പപ്പയോട് അവനോട് പറയും, നീ ചെന്നാ ഷട്ടിലിരിക്കുന്ന എന്റെ ഹാൻഡ്സിന്റെ പാക്കറ്റ് എടുത്തുകൊണ്ടിരാൻ. അപ്പോ ഈ 2-ാം ക്ലാസ്സുകാരൻ അത് ചെറുപ്പം മുതലേ അതനുസരിച്ചു. അവന്റെ പപ്പയുടെ പോക്കറ്റിൽ നിന്ന് ആ ഹാൻഡ്സിന്റെ പാക്കറ്റ് എടുത്തു കൊടുത്തു. ഒരിക്കൽ പപ്പയില്ലാത്ത നേരത്ത് ഇവൻ പപ്പ ചെയ്യുന്നത് പോലെ ഉപയോഗിക്കാൻ തുടങ്ങി. 5-ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും അവൻ അതിന് ഭയങ്കര തിന്മയ്ക്ക് അടിമപ്പെട്ടു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിന്റെ ശരീരം കർത്താവിന് വിശുദ്ധമാകണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം കർത്താവിന് വിശുദ്ധമായി നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മൾ കണ്ണുകൾ കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ സംസാരം, നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ദൈവമായ കർത്താവിന് വിശുദ്ധമാകണം. പ്രിയമുള്ളവരെ, ഇല്ല എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും എരിയുന്ന നരകത്തിലേക്ക് നമ്മൾ എറിയപ്പെടും. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വേറൊരു സംഭവം ഓർക്കുകയാണ്. ഇതേപോലെ തന്നെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഒരു വ്യക്തി കടന്നു വന്നു. പ്രിയമുള്ളവരെ, ഏകദേശം +2 പഠിക്കുന്ന ഒരു കുട്ടി, അവളുമായിട്ട് കൂടുതൽ അടുത്തപ്പോഴാണ് അറിയുന്നത്, തെറ്റായ ഒരു പ്രേമബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുക. തന്റെ ശരീരത്തെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അടിയറ വെച്ച് അത് പൂർണ്ണമായിട്ട് പാപത്തിന്റെ സുഖത്തിലേക്ക് കടന്നു വന്നപ്പോൾ തനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ബുക്ക് തുറക്കുമ്പോൾ വേറെ പല ചിന്തകളാണ് വരുന്നത്. ബുക്ക് തുറക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ രൂപമാണ് മനസ്സിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, യേശുവിന്റെ നാമത്തിൽ ആ ധ്യാനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൾ പൂർണ്ണമായിട്ടും സറണ്ടറായി. യേശു ക്രിസ്തു അവളെ വിമോചിച്ചു, അവളുടെ ശരീരം വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിച്ചു. അവൾക്ക് തുടർന്നുള്ള എക്സാമിൽ നല്ല വിജയം കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ശരീരം കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ കണ്ണുകൾ കർത്താവിന് വിശുദ്ധമാകണം. അശുദ്ധമായതൊന്നും കാണില്ല എന്ന് യേശുവിന്റെ നാമത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കണം. തെറ്റായ സംസാരങ്ങള്, ഇന്ന് പല കുട്ടികളും സ്കൂളിലാണെങ്കിലും എവിടെ ചെന്നാലും തെറ്റായ അശ്ലീലത നിറഞ്ഞ സംസാരങ്ങളാണ് അവരുടെ വാക്കിലൂടെ എല്ലാം വരുന്നത്. അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഫിലിം കാണുക, തെറ്റായിട്ടുള്ള മറ്റു തരത്തിലുള്ള അശ്ലീലത കാണുക, ഇത് കണ്ടും കേട്ടും നമ്മുടെ യുവജനങ്ങളെല്ലാം ഇന്ന് പല വിധത്തിലുള്ള പാപത്തിന്റെ അശുദ്ധിയിലാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. പ്രിയമുള്ളവരെ, അതിനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് അതിനായി നമുക്ക് ഓരോരുത്തർക്ക് അഭിഷേകം ചെയ്യട്ടെ. ആമേൻ.